സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. എൻ്റെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 9 ആയിട്ടാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 9 നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്നത്തെ പരിപാടി നമ്മൾ ഫാമൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ നെതർ നമ്മൾ എന്താ രസം എന്നൊക്കെ നമ്മുടെ നെതറിനെ നമ്മൾ കുറച്ച് ലീഫൊക്കെ വെട്ടി കുറച്ച് ഭംഗിയാക്കിയിട്ടോ. ആൻഡ് അപ്പോൾ നമ്മുടെ ജസ്റ്റ് പ്ലേറ്റിൽ നമ്മൾ ഇതും കൂടി ത്രോൺസ് 3 കൂടി ഇട്ടു. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ പേരൊക്കെ തൊപ്പി, പിന്നെ ഇതിൻ്റെ പേര് ടീഷർട്ട്, പിന്നെ ഇതിൻ്റെ പേരൊക്കെ ഇനി ഇടണം. ഇതിൻ്റെ പേര് ബാഗി പാൻറ്റ്, ഇതിൻ്റെ പേര് നെയ്ക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണം. നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ത്രോൺസ് തന്ന് കണ്ടില്ല. അപ്പോൾ ഇനി ത്രോൺസ് മേടിക്കാനുള്ള പിന്നെ ത്രോൺസ് പറഞ്ഞാൽ അതിൽ ഇട്ടപ്പോൾ 13 HP വേണം. ഇന്ത്യയിൽ ആകെ 14 HP 19 HP ആയിട്ടുണ്ടാകുന്നുള്ളൂ ഇന്ത്യയിൽ. എന്നുവെച്ചാൽ 13 HP വെറുതെ അതിൽ എടുത്തിട്ട് ത്രോൺസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ടീഷർട്ട് തന്നെ എൻ്റെ ഒരു ഇത് കൊടുത്തപ്പോൾ ഉണ്ടായില്ല 14 HP, ഒരു HP കൂടി വേണം അതിനൊക്കെ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പിന്നെ റിച്ചല്ല, എനിക്കൊക്കെ ആയിരിക്കണമൊക്കെ, പിന്നെ എന്താ കുഴപ്പം. ബട്ട് എന്തായാലും എനിക്ക് സാധനം ഉണ്ടാക്കണം. അങ്ങനെ അതിൽ കയറി കൊടുത്താൽ നേരെ പോണത്. അതിന് മറ്റേ കടലത്തെ മറ്റേ ഇലയൊക്കെ വേണം, അതൊക്കെ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് ഏറ്റവും സങ്കടമായിട്ട് പറയാനുള്ള എടാ അയൺ ഫാം വർക്കാവണില്ലടാ. എന്താ പ്രശ്നം എനിക്കറിയില്ല. അയൺ ഫാം വർക്കാവണില്ല. അടിപൊളി പണിയാണ് അയൺ ഫാം വന്ന്. ഇവന്മാരൊക്കെ പേടിച്ചിട്ടിരിക്കുകയാണെങ്കിലും അയൺ കോള് ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ ഇവിടെ കിടന്ന് കത്തണ്ടാണ്. പക്ഷെ ഇപ്പം ഇവിടെ എത്ര നേരം നിന്നിട്ടും അയൻകോളം ഇതാവണില്ല. എൻ്റെ സംശയം ഇനി എവിടെയെങ്കിലും അയൻകോളം ഉണ്ടോന്നാ. ഇവിടെ എവിടെയെങ്കിലും അയൻകോളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അയൻകോളം ഇനി ഇവിടെ എവിടെയെങ്കിലും പുറത്തൊക്കെ സ്പോണായ പിന്നെ സ്പോണാവില്ല. ഇപ്പം നമുക്ക് ജസ്റ്റിലൊന്നും ഒരു കുന്തുമില്ല. എടാ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ ഒക്കെ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞാട്ട്, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞാട്ട്. അല്ലെങ്കിൽ ഇത് എന്നിട്ട് ഒരു ഇതും ഇല്ലെങ്കിൽ നമ്മളെന്തായാലും വേറെ അയൻകോളല്ല വേറെ നല്ല അയൺ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ മൂൺ ഫാം അത് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായി. അപ്പോൾ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ നമുക്ക് നെതറിക്ക് പോകണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. നമുക്ക് നെതറിൽ പോയിട്ട് അവിടെ നിന്ന് പില്ലർ വെച്ചിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. നെതറിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പില്ലർ വെച്ചിട്ടാണ് നമുക്ക് കയറണം. അപ്പോൾ നമുക്ക് പില്ലർ വെച്ച് കയറണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ എല്ലാ ആർമറും ഊരട്ടോ. എല്ലാ ആർമറും ഊരിയിട്ട് ഏതെങ്കിലും ഒരു ജസ്റ്റിൽ വെക്കാം. ഇപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഞാൻ അതിൽ വെക്കുകയാണ്. ഒക്കെ പോട്ടെ, കഴിഞ്ഞ ജസ്റ്റൊക്കെ എല്ലാ സാധനങ്ങളും പോട്ടെ. നമുക്ക് ഒരു ജസ്റ്റും കൂടി ഉണ്ടാക്കണം. കാരണം സ്ഥലമില്ല, അല്ല ഇപ്പം എന്താ പറയുക, സ്ഥലമില്ല. നമ്മളവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ സാധനങ്ങളൊക്കെ വയ്ക്കാം. ആകെ നമ്മൾ ഡേട്ടും എല്ലാത്തതും ഡേട്ട് എടുക്കാം. ഇതിലൊക്കെ ഡേട്ട് ഉണ്ട്, അതിലൊക്കെ സ്റ്റാക്ക് കണക്കിന് ഡേട്ട് ഉണ്ട്, ഇതിലുണ്ട് ഡേട്ട്. ഇനി നമുക്ക് നമ്മുടെ അതെവിടെയൊന്നും അതില്ലേ, എവിടെ ഞാൻ ഇപ്പോൾ അതിൽ വെച്ചല്ലോ. അതാ ഒരു പാൻറ്റ് എടുത്തിട്ടേക്കാം, അത് ഉപകാരപ്പെടും. ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. അയ്യോ ബോർഡ് ഏരെടുത്തില്ല. ചിലപ്പോൾ ഏരൊക്കെ ആവശ്യം വരും, ആവശ്യം വരും. നമുക്ക് ബോൻ്റെയും ഏരയും കുറച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏരൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ പോകണ്ട, രാത്രിയായി. നമുക്ക് രാവിലെ പോയിട്ട് പോവാം. എന്തായാലും ബെഡും കൊണ്ട് നെതറിക്ക് പോകാൻ പറ്റില്ലല്ലോ, പൊട്ടിത്തെറിച്ച് ചത്തുപോകും നമ്മൾ. ചത്തുപോയ നമ്മുടെ അർജുന് വേറെ ആരുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ ഈ ഒരു വേൾഡിൽ നമ്മൾ അങ്ങനെ ഒരു വട്ടം ചത്തിരിക്കുകയാണ്. ഈ എപ്പിസോഡിലല്ല, ഇന്നലത്തെ എപ്പിസോഡിലാണ് നമ്മൾ ചത്തത്. വീഡിയോയിലില്ല, ബട്ട് ഞാൻ ചത്തു ഗേസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പണിയിൽ ഞാൻ ഇവിടെ വെള്ളമുണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ സ്മെല്ലേ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടുമ്പോൾ പിന്നെ ഇങ്ങനെ ബാക്കോട്ട് ആക്കിയാൽ താനേക്ക് വന്ന് വീഴും. അതിന് ഇവിടെ നിന്നിട്ട് ഞാൻ ആക്കിയപ്പോൾ താനെ അങ്ങനെ വരുന്നില്ല, സൈഡിക്ക് തന്നെ. അങ്ങനെ ഒറ്റ അടിക്ക് വീഴ്ചൽ ചത്തു. ഏകദേശം 24 HP ആയിട്ടുണ്ടായിരുന്നു, ബാക്കി 4 HP കിട്ടി. ഭാഗ്യം. എന്തായാലും നമുക്ക് ഇപ്പോൾ പോയി കിടന്നുറങ്ങാം. പിന്നെ ഞാൻ HP പോയതാണ് എനിക്ക് ഏറ്റവും വിഷമം. പിന്നെ ഞാൻ എന്തായാലും HP ഫാമിന് തന്നെ വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമാക്കിയില്ല. എൻ്റെ പിക്കാർട്സ് പിന്നെ കുറേ നേരം കണ്ടില്ല, പിന്നെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പോവാം. ഫുഡ് എടുത്തില്ല. ഫുഡ് എടുക്കട്ടെ.
ഫുഡ് അധികം ഒന്നും എടുക്കേണ്ട, ഒരു 9 എണ്ണമൊക്കെ എടുത്താൽ മതി. എന്നിട്ട് അവിടെ എത്തിയിട്ട് എന്തായാലും ചത്താൽ ചിലപ്പോൾ ഒക്കെ പോകേണ്ടത്. സിപ്പയ്ക്ക് ചാവണോണ്ട് കുഴപ്പമില്ല, കാരണം 5 HP ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ. ഈ നല്ല HP ഒക്കെ ആകുമ്പോൾ നമ്മൾ പോയി ചാവണമാണ് എനിക്ക് പ്രശ്നം. ഞാൻ ചാവാൻ വേണ്ടി പോയില്ല, ഞാൻ അഥവാ ചത്താലോ. ഈ ഡെയിമിൻ്റെ ഫുള്ള് സെറ്റായിട്ട് കണ്ടോ, ഇവിടുന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചത്താലോ. ആ അവസ്ഥ ആലോചിച്ചോക്ക്. എന്തായാലും നമുക്ക് ഡേട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ഗെസ് ഒന്ന് ഞാൻ ഈ ഷിഫ്റ്റ് വിട്ടിട്ടൊന്ന് ബാക്കിലേക്കായ ഞാൻ തൊലഞ്ഞു അത്ര തന്നെ. തൊലഞ്ഞാലും സീനില്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് സീനില്ല. ബട്ട് അതാണ് ഞാൻ ബുദ്ധി കളിക്കും. ഷേഡോ IQ പ്ലെയറാണ്. കാരണം നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർമറായിട്ടൊക്കെ വന്നിട്ട് ഒന്ന് ചത്ത ഒക്കെ പോയില്ല. ആകെ 2 ഡയമണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പില്ലർ വെച്ച് പോവാം. എന്താ ഉണ്ടായി അതിൻ്റെ ഡേട്ടൊക്കെ പോയടാ. അയ്യോ സാറില്ല, നമ്മുടെ ഡേട്ടൊക്കെ പോയി ഗൈസ്. 2 സ്റ്റാക്ക് ഡേട്ട് ഉണ്ടാവും, എനിക്ക് അതാ പ്രശ്നം. ബാക്കി എന്ത് പോയാലും ഞാൻ ശ്രമിക്കും, എൻ്റെ ഡേട്ട് പോയാൽ ഞാൻ ശ്രമിക്കില്ല. അയ്യോ എൻ്റെ ഡേട്ട്. ആൻഡ് ഗൈസ് നമ്മൾ ഇതുവരെ ഇനി കുറച്ചുകൂടി ഡേട്ട് ഇട്ട് നമുക്ക് അതുവരെ പോകണം. ബട്ട് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ഷിഫ്റ്റ് നിങ്ങൾ ഒന്ന് ഞാനിത് വിട്ടു, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായി. സാലി നമുക്ക് പോയിട്ട് ഡേട്ട് കുറച്ചുകൂടി കൊത്തിയിട്ട് വരാം ഗേസ്. അപ്പോൾ നമ്മളിത് അവിടെ കുറച്ച് നിരപ്പാക്കിയെന്ന് വെച്ചാൽ എന്തായാലും ഈ ഭാഗത്തേക്ക് ഇനി കുറേ ഫാം വരും. അപ്പോൾ എന്തായാലും ഡേട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തു. ഇവിടെ കുറച്ച് നിരപ്പാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 2 സ്റ്റാക്ക് ഡേട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓ എന്ത് ശബ്ദറാ, ഒരു രസമില്ലാത്ത ശബ്ദം. ഇനി ഞാൻ ചാവുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഏറ്റവും വൃത്തിയായിട്ട സുഖം. അതൊക്കെ നമുക്ക് എന്തായാലും പോവാം അങ്ങോട്ട് ഗേസ്. അപ്പോൾ നമ്മളത് ഏകദേശം അത് അവിടെ നിന്ന് ഇങ്ങനെ പില്ലർ ചെയ്ത് വരികയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോട്ടെ. ഓക്കെ, നമുക്ക് എങ്ങനെ ഇനി എവിടേക്കാണ് പോവുക? അയ്യോ ഞാൻ പിക്കാൻസ് എടുക്കാൻ മറന്നു. ഇത് പെട്ടെന്ന് പൊട്ടണോണ്ട് സീനില്ല അല്ലേ. പൊട്ട് നമുക്ക് ഇവിടെ ഡേട്ട് വെച്ചിട്ട് വീണ്ടും പില്ലർ ചെയ്ത് കയറാം. ഓക്കെ, നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്തപ്പോൾ ചെയ്യേണ്ടതെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് അവിടെ പോയോക്കാം ഗേസ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് വന്നിക്കുകയാണ്. എടാ ഇവിടെ പണിയാവട്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കണം. ബട്ട് ഇവിടെയൊക്കെ ഇതാണ് എന്ത് ഈ കുഴികളാണ്, അതുകൊണ്ട് സീനാണ്. അതിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. അയ്യോ എടുത്ത് വെച്ചു. ഓക്കെ, ഓളിയ എന്താ അത് ഗസ്. ഫോർട്രസ് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആയിട്ട് വരണം ഇങ്ങോട്ട് ഗസ്. നമ്മളിത് അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കുത്തി വെച്ചേക്കാം. നമുക്കൊന്നുകൂടിയാണ് പോകണം. എടേ ഇത് തീർന്നറാ. അയ്യോ ഇത് തീർന്നു, പണിയാവോ എനിക്കറിയില്ല. ഓക്കെ, ഇവിടേക്ക് ഉള്ളിലേക്ക് ഈ സാധനമൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് പോയോക്കാം. ഓ അവിടെ ഓപ്പണ്. ലെറ്റ്സ് ഗോ. നമുക്ക് അങ്ങോട്ട് പില്ലർ ചെയ്ത് പോവാം ഗസ്. ഞാൻ ഇതിൻ്റെ വഴി മറക്കാതിരിക്കാം. ഞാനൊന്നിവിടെ ബ്ലോക്കൊക്കെ വെച്ച് വന്നോട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വഴി മറക്കും. ഞാൻ അങ്ങനത്തെ ഒരുത്തനാ. പിന്നെ ഇപ്പോൾ വഴി പറഞ്ഞിട്ട് അയ്യോ ഗാസ്റ്റ് ഭയങ്കര സീനാണ്. ഒരു ഹമ്പ് എടുക്കാൻ ഇതിനാണ് ഞാൻ ഹമ്പ് എടുക്കാൻ വിചാരിച്ച്. ഗാസ്റ്റ് കുറച്ച് സീനാണ്, എപ്പോഴാണ് തുപ്പെന്ന് പറയാൻ പറ്റില്ല. എടാ ഗാസ്റ്റ് ഇവിടെ തന്നെ കറങ്ങി നടക്കറ, പോണില്ല. ഓക്കെ, ഗാസ്റ്റ് നമ്മളിപ്പോഴും കണ്ടിട്ടില്ല. നമുക്ക് ആ നേരം കൊണ്ട് പെട്ടെന്നായിട്ട് പോവാ. ഓക്കെ, അങ്ങോട്ട് തിരിയുണ്ട്. ഓ ഇതാ വരുന്നു. ഓ കണ്ടിട്ടില്ല, പൊട്ടൻ. എൻ്റെ പൊന്നു ഇത് തീർന്നല്ലോ, ഇത് പൊട്ടിക്കാനും പറ്റില്ല. ഒളിയാ ഇനി ഞാനിങ്ങനെ അടിയിലേക്ക് ഇറങ്ങുക. ഇത് പൊട്ടിച്ചോക്കാം ഗേസിൻ്റെ ഒരു ഐഡിയ. അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്. ലെറ്റ്സ് ഗോ. ഹൗ രക്ഷപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് അയ്യോ കണ്ടു. എടാ ഗാസ്റ്റ് കണ്ടു വെട്ടി വെച്ചു കേട്ടോ. ഇത്ര നേരം കണ്ടില്ല, എന്നിട്ട് അത്രയും ദൂരത്തുനിന്ന് കഥാ പൊട്ടം കണ്ടിക്കണു. പൊട്ടം കാണാപ്പി തന്നെ. യെസ്, നമ്മളിവിടുന്ന് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സ്റ്റെപ്പ് ഉണ്ടാക്കി നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഡേട്ട് ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എടാ വാടാ ധൈര്യം ഉണ്ടെങ്കിലേ
എന്നിട്ട് കളിക്കാൻ തരുന്നുണ്ട്. വാടാ 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 തരുന്നുണ്ടെങ്കിലേ വാടാ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ. ആ ആ വാടാ. അയ്യോ ചത്ത്. ഞാനിവിടെ ഇട്ട ബ്ലോക്ക് പോയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇട്ടതിൻ്റെ ഉപകാരം അതറാ. ഇതാണ് അതിൻ്റെ ഉപകാരം. നമുക്ക് ഗാസ്റ്റ് ഇപ്പോൾ പോയി തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് എന്തൊക്കെ അടിക്കുന്നു ഗെയിമിലല്ല കേട്ടോ, റിയലായിട്ട്. എടാ ഈ സാധനം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ട്? എന്തായാലും നമുക്ക് 2-3 പറിച്ച് വെച്ചേക്കാം. ഇതായിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. സൂപ്പ്, മഷ്റൂം സൂപ്പ്. എടാ അതറാ മറ്റവനതാ. എടാ അവനെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എടാ അവനിപ്പോൾ കൊല്ലില്ലേ? ഓക്കെ. അവനെ കൊല്ലും. നമുക്ക് ഗോൾഡ് എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പോട്ടവൻ. അവനെ ആർക്ക് വേണം? നമുക്ക് അവനെ പിന്നെ ട്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് അങ്ങോട്ടൊക്കെ പോയോക്കാം. നമുക്കേ ഇവിടേക്കൊരു ഡേർട്ടൊക്കെ വെച്ചിട്ട് പോവാം. മൈൻക്രാഫ്റ്റിലത്തെ നരകമാണ് നമ്മുടെ നെതർ. അവിടെ തന്നെ കുറച്ച് സീനാണ്. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയോക്കാം ഗേസ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, ഫോർട്രസ് തപ്പണം. ഞാൻ ആലോചിക്കുന്നു നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ ഒക്കെ മാപ്പ് കിട്ടും. ആ മാപ്പ് കൂടെ ഫോർട്രസ് നമുക്ക് കാണുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് നോക്കി പോകാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്താമല്ലോ. അത് സമയം എടുക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ പണിയാണ്. നമ്മൾ ഏത് വഴിയൊന്നും ആ വഴി. എടാ അവിടെ മറ്റവർക്കുണ്ടോ അതറാ? നമ്മളൊക്കെ എങ്ങനെ വഴി കയറി പോകും അറിയില്ല കേസ്. എന്തായാലും നമുക്ക് പോയേക്കാം. അയ്യോ അവൻ വരുന്നുണ്ട്. ഈശ്വര, അതാണ് അവൻ്റെ മുമ്പിൽ ഗോൾഡ് ഇട്ടിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. വെച്ചാൽ പണി കിട്ടും. എന്തായാലും നമുക്ക് അവൻ്റെ കുട്ടി ആക്രമിക്കില്ലല്ലോ. അയ്യോ അവൻ വെടിയൊക്കെ ഉണ്ട്. അവൻ്റെ കുട്ടി വരുന്നുണ്ടായില്ല, അവൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർത്തുണ്ട് അങ്ങനത്തെ. ഹരേ ഭയ്യ വെടി വെച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ വടി ഓക്കെ. വെടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തേ. നമ്മൾ പവറ. അയ്യോ ഇവിടേക്ക് എത്തിയ ചവറ. അത് കൊണ്ടു. അയ്യോ അമ്മേ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അമ്മേ അയ്യോ ഞാൻ പെട്ട്. എടാ ഈ സാധനം എടുക്കണം കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. നമുക്ക് ബേസിൽ ഡെക്കറേഷനിൽ വെക്കാം. അര ഹാർട്ടുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് എന്തെങ്കിലും ചെറിയ ഡാമേജ് അടിച്ചാൽ നമ്മൾ ചത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഷുഗർ ക്ലൈനൊക്കെ വരയ്ക്കാം. നമ്മൾ ഇത് എക്സ്റ്റെൻഡ് 4 ആക്കി. ഇനി നമ്മുടെ ആർമറൊക്കെ അങ്ങോട്ട് പോരട്ടെ, എല്ലാം പോരട്ടെ. നമ്മുടെ ഫുഡ് എടുക്കാം. ഫുഡ് ഞാൻ ഇതിലാണ് വെച്ചത്. ഫുഡ് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന മുന്നത്തെ വീഡിയോയിൽ എല്ലാത്തിലും പറയാറുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൽ വല്ല അപ്ഗ്രേഡോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ഇതിൽ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ മറ്റേ മോഡ് കയറ്റിയിരിക്കുകയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ മോഡ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അയ്യോ അത് സാരില്ല. അപ്പോൾ ഈ 1 ബ്ലോക്കിൻ്റെ മോഡ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതെന്തായാലും നമ്മൾ അടുത്ത ദിവസം കളിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ദിവസം വേണമെന്ന് പറയുമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ യെസ് ഇട്ടാൽ യെസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും. 1 ബ്ലോക്കിൽ നമ്മൾ പ്രോ ആവാൻ പോവാണ്. ഇതിൽ നമ്മൾ ഒന്നാമതേ പ്രോ ആണ്. അപ്പോൾ 1 ബ്ലോക്കിലും കൂടി നമുക്ക് പ്രോ ആവാം. പിന്നെ വേറെ ഏതെങ്കിലും ഗെയിംസ് കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.